my dear plant lovers, welcome back to my YouTube channel Nature Diary. എൻ്റെ പേര് വിഘ്നേഷ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ കാണുന്നവരെ പറ്റിയാണ്. ഇതെന്തെന്ന് അറിയില്ല, നമ്മുടെ ഫോൺ തന്നെ. മഴക്കാലങ്ങളിൽ നമ്മുടെ ഭിത്തിയിലും മതിലിലും ഒക്കെ പറ്റിപ്പിടിച്ചിരുന്ന് വളരുന്ന ഒരു പ്ലാന്റാണ് ഫോൺസ്. അപ്പം ഇത് ഇച്ചിരി ഹൈബ്രിഡ് ടൈപ്പ് വെറൈറ്റീസ് ആണ് കേട്ടോ. ഹൈബ്രിഡ് അല്ല, ഇച്ചിരി ഒരു വേറെ വെറൈറ്റി ടൈപ്പ് ഫോൺസ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫോൺസിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റീസൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ 2-3-4 വെറൈറ്റീസ് ഉണ്ട്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബിങ് മീ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണാൻ ചെറിയ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനോളം വർഷം എനേബിൾ ചെയ്തത് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ബ്രെയിൻ ഫേൺ. ഇത് ബ്രെയിൻ ഫേൺ എന്ന് വിളിക്കാൻ ഇതിൻ്റെ ആ ഒരു ഇലയുടെ ആ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഒരു അടുക്കുകയൊക്കെ കറക്റ്റ് ഒരു ബ്രെയിൻ്റെ കണക്കുള്ളതുകൊണ്ടാണ് ഇതിനെ ബ്രെയിൻ ഫേൺ എന്ന് വിളിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ആ ലീഫ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നല്ല രസമാണ് ഇതിനെ കാണാനായിട്ട്. അപ്പം ഈ ഒരു വെറൈറ്റിയുടെ പേര് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ഒന്ന് ചെയ്തിരിക്കണം ഈ വെറൈറ്റിയുടെ പേര് കേട്ടോ. അപ്പോൾ ഈ വെറൈറ്റിയുടെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതേ കണക്കുള്ള ഇതും പിന്നെ ഇത് തമ്മിൽ 2 വ്യത്യാസമുണ്ട്. പിന്നെ ഒരു ഫോണും കൂടിയുണ്ട്. ഇതാണ് വേറൊരു ഫേൺ കണ്ടോ, ഈ ഫേണും ഉണ്ട്. പിന്നെ ഇത് ബ്രെയിൻ ഫേണാണ്. അപ്പോൾ ഈ ഫേണിനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതാണ് എൻ്റെ കളക്ഷനിലുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി. ഇത് നമ്മുടെ നാടൻ വെറൈറ്റി, നമ്മുടെ ഇവിടെയൊക്കെ കാണപ്പെടും. അപ്പോൾ ഞാനിതെടുത്ത് ഒരു ചെറിയ ചട്ടി വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇത് വലുതായി ഈ ചട്ടിയും കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഫോണാണിത് കേട്ടോ, ഈ വെറൈറ്റി. അപ്പോൾ ഫോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ഫോൺസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞില്ല, അതായത് കണക്കുള്ള ബ്രെയിൻ ഫോൺസ് ഉണ്ട്, പിന്നെ ഈ ഒരു ഫോൺ ടൈപ്പ് ഉണ്ട്. അപ്പം ഫോൺസ് എപ്പോഴും നല്ല രീതിയിലുള്ള മഴ ഉള്ള സമയത്താണ് കൂടുതലായിട്ട് എല്ലായിടത്തും കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇതിന് കെയറിങ് ഒന്നും വേണ്ട ആവശ്യമില്ല ഈ ഫോൺസിന്. സത്യം പറഞ്ഞാൽ കെയർ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട, അത്രയ്ക്കൊന്നും വേണ്ട. നമ്മൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി, പിന്നെ സൺലൈറ്റ് റിക്വയർമെൻറ്റ് നോക്കുമ്പം ഫോൺസിന് അധികം സൺലൈറ്റ് ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം ഈ അധികം സൺലൈറ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇതേണൊക്കെ ഒരുമാതിരി ആയി വരുന്നത്. അധികം സൺലൈറ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ ഇതൊക്കെ ഒരുമാതിരി ഇങ്ങനെ ആയി വരുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നല്ല ഷെയ്ഡഡ് ഏരിയ ആണ്. അപ്പോൾ എൻ്റെ ഇവിടെ ഷെയ്ഡഡ് ഏരിയ കുറവാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി സൺലൈറ്റിനെടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ലീഫിൻ്റെ കളേഴ്സൊക്കെ ഒരു ഡള്ളായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ലീഫിൻ്റെ കളേഴ്സ് ഒരു പരുവായിപ്പോയി, ഡള്ളായിപ്പോയി കണ്ടോ. അപ്പം അപ്പോഴത്തേക്ക് ലീഫിൻ്റെ കളേഴ്സൊക്കെ ഒരുവിധം ഡള്ളായിട്ട് പോയി. അപ്പോൾ ഇതിപ്പം കുഴപ്പമില്ല, നല്ല രീതിയിൽ നിൽക്കുകയാണ് കട്ടി. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ ഫോണിൻ്റെ കെയറിങ് അല്ല, ജസ്റ്റ് ഈ ഫോൺസൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് ഞാൻ വിചാരിച്ചതാണ് നിങ്ങളെ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫോൺസിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ എനിക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു ഊർജ്ജം കിട്ടും. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറവാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നെ, പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം. വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേ പറ്റൂ, കാരണം എനിക്കത് കമൻറ്റാണ് നിങ്ങളുടെ ആവശ്യം. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.